LBS ആപ്ലിക്കേഷനായി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത് എന്ന് ആദ്യം നോക്കാം. ആദ്യത്തേത് ആക്റ്റീവായ 2 ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. നമുക്ക് SMS ഒക്കെ വരാനായിട്ടും ഒരെണ്ണം ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു ഫോൺ നമ്പറും കൊടുക്കണം. അടുത്തത് ഇമെയിൽ ID വേണം. പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് എന്ന് പറയുന്നത് 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം. അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിനായി പ്രൂഫ് വേണം. അത് SSLCയോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ CBSEയുടെ 10th സർട്ടിഫിക്കറ്റോ ഏതായാലും മതി. അതിൻ്റെ അകത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കണം. അടുത്തത് നേറ്റിവിറ്റി പ്രൂഫാണ്. നമ്മൾ കേരളത്തിലാണ് ജനിച്ചത് എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫാണ് ഇതിന് വേണ്ടത്. അത് SSLC, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവയിൽ തന്നെ ആവാം. പക്ഷേ CBSEയുടെ 10th സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി പ്രൂഫായി അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൽ പ്ലേസ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അടുത്തത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. ഇത് റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് ആവശ്യമെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഫീ കൺസെഷന് അർഹതയുള്ള കുട്ടികളാണ് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് ക്വാളിഫൈ എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ വർഷം കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പകരം അവരുടെ രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്ത് കൊടുത്താൽ മതിയാകും. മറ്റ് സിലബസുകളിൽ പഠിച്ച കുട്ടികൾക്കും മുൻ വർഷങ്ങളിൽ പാസ് ഔട്ടായ കുട്ടികൾക്കും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. കേരളത്തിന് പുറത്ത് കേരള സിലബസിൽ എക്സാം എഴുതിയവർക്കും ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, നേറ്റിവിറ്റി പ്രൂഫ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം തന്നെ PDF ഫോമാറ്റിലായിരിക്കണം. മാത്രമല്ല ഇത് 200 KB താഴെയുള്ളതും ആയിരിക്കണം. അടുത്തത് ഫോട്ടോയാണ്. ഫോട്ടോ JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലുള്ളതായിരിക്കണം. 30 KB താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻ 200x150 ആയിരിക്കണം. അതായത് ഹൈറ്റ് 200, വിഡ്ത്ത് 150. അടുത്തത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറും JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലുള്ളതായിരിക്കണം. 30 KB താഴെ ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ഡയമെൻഷൻ 100x150 ആയിരിക്കണം. സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഡയമെൻഷനിലുള്ള ഒരു ഫോട്ടോ നമുക്ക് സോഫ്റ്റ് കോപ്പിയായി തരാൻ പറഞ്ഞാൽ മതിയാകും. അതുപോലെ സിഗ്നേച്ചറിനായ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കുക, സൈൻ ഇടുക. ശേഷം ഫോട്ടോ എടുത്ത് നമുക്ക് ആവശ്യമായ ഫോമാറ്റിലിട്ട് കൺവേർട്ട് ചെയ്യുക. ശേഷം കംപ്രസ് ചെയ്ത് 30 KB താഴെയാക്കുക. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ആദ്യം LBSൻ്റെ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാം. അവിടെ നമുക്ക് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവിടെ ഹൗ ടു അപ്ലൈ, നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ് ഇവയെല്ലാം കാണാം. ഇതെല്ലാം നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷമായിരിക്കണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ആദ്യം രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അതിനായി ഹോം പേജിൽ പോയി മുകളിൽ ഇടതുഭാഗത്തുള്ള ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷനുള്ള പേജ് ഓപ്പണായി വരും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പേര്, അഡ്രസ്സ്, 2 ഫോൺ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവയൊക്കെയാണ് നമുക്കിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം വരുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ശേഷം വരുന്നത് ഒരു കൺഫർമേഷൻ പേജാണ്. നമ്മൾ ചെയ്ത ഡേറ്റ എല്ലാം കറക്റ്റാണോ എന്ന് നോക്കാനാണിത്. കറക്റ്റാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. അടുത്തതായി പേയ്മെൻറ്റ് ഓപ്ഷനാണ്. നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് മുഖേനയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം വരുന്ന വിൻഡോ ഇതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം വരുന്ന വിൻഡോയിലാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കൂടി കൊടുക്കുക. ശേഷം കൺഫേം ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാം. അവിടെ നമ്മൾ ആദ്യം കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കാം. ശേഷം താഴോട്ട് വരുമ്പോൾ ഓരോ ഡോക്യുമെൻറ്റ്സായി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫാണ്. അവിടെ SSLCയോ പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ 10th സർട്ടിഫിക്കറ്റോ ഏതാണെങ്കിലും അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നേറ്റിവിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അതും SSLC, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യാം. CBSEയുടെ 10th സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആധാർ കാർഡ് നേറ്റിവിറ്റിക്കായിട്ടുള്ള പ്രൂഫ് അല്ല എന്നത്. അതുകൊണ്ട് ആധാർ കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഓരോ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ താഴെ അപ്ലോഡഡ് എന്നുള്ള ഒരു ഗ്രീൻ കളറിൽ കാണാൻ കഴിയും. അങ്ങനെ ആയാൽ മാത്രമേ അവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അടുത്തതായി ചോദിക്കുന്നത് റിലീജിയൻ, കമ്മ്യൂണിറ്റി തുടങ്ങിയവയാണ്. അപ്പോൾ നമ്മുടെ കാസ്റ്റ് ചോദിക്കും. അത് നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളതാണോ എന്നറിയാനാണ്. പിന്നെ മൈനോറിറ്റി കോട്ട റിസർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം.
പിന്നെ നോൺ ക്രീമി ലെയർ ആണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസിനായിട്ടുള്ള വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് മേടിച്ച നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫീ കൺസെഷൻ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റിസർവേഷൻ കാറ്റഗറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് ക്വാളിഫൈ എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഏത് ക്വാളിഫൈ എക്സാമാണ് പാസ് ഔട്ടായത്, ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ, പിന്നെ ഏത് വർഷമാണ് പാസ് ഔട്ടായത്, ഇതെല്ലാം ഇവിടെ കൊടുക്കണം. 2026 എക്സാം എഴുതിയ കേരള സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അവിടെ അവർക്ക് മാർക്ക് ലിസ്റ്റോ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയോ എൻട്രി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. മുൻ വർഷങ്ങളിൽ എക്സാം എഴുതിയ കുട്ടികൾക്കോ മറ്റ് സിലബസുകളിൽ പഠിച്ച കുട്ടികൾക്കോ അവിടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഔട്ട്സൈഡ് കേരള പഠിച്ച കുട്ടികൾക്കും അവിടെ ഹോൾ ടിക്കറ്റോ മാർക്ക് ലിസ്റ്റോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായി നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ റെസിഡൻഷ്യൽ ഏരിയ, പാരൻസിൻ്റെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ്, നമ്പർ ഓഫ് ചാൻസസ് ടു പാസ് തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽസ് ഇൻഫോർമേഷന് വേണ്ടി അവർ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അഡ്മിഷനുമായി യാതൊരു ബന്ധവുമില്ല. സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് വീണ്ടും കൺഫർമേഷൻ ചോദിക്കും. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മാർക്സാണ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മാർക്കുകൾ സെപ്പറേറ്റ് ആയാണ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ആദ്യത്തെ വർഷവും 100 മാർക്കിനാണ്, രണ്ടാമത്തെ വർഷവും 100 മാർക്കിനാണ്. എന്നാൽ ഫിസിക്സ് ആദ്യത്തെ വർഷം 80-നും രണ്ടാമത്തെ വർഷം 120-നുമാണ്. അതിന് കിട്ടിയ മാർക്കുകൾ എൻട്രി ചെയ്യുക. കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഏത് സബ്ജക്റ്റ് ഇത് ചോദിച്ചിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും മാർക്കുകൾ നമ്മൾ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. ശേഷം താഴോട്ട് വരുമ്പോൾ ടോട്ടൽ മാർക്ക്, ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും കൂടി മാർക്കിൻ്റെ തുക, അതായത് 1200-ൽ എത്രയാണെന്ന് അവിടെ എൻട്രി ചെയ്യുക. മാർക്കുകളെല്ലാം എൻട്രി ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കൊടുക്കേണ്ട പേജാണ്. അവിടെ നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അതെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. അടുത്തത് ഫൈനൽ കൺഫർമേഷൻ പേജ് വരും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് പരിശോധിക്കുക. നമ്മൾ കൊടുത്തതെല്ലാം അവിടെ ഉണ്ടാവും. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐ.ഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ, ഫോട്ടോ, പിന്നെ നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് എല്ലാം അവിടെ ഉണ്ടാവും. അതുപോലെ നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടും. ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം. അതിനായി പ്രിൻ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന ഫോം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക.